ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഗാർഡൻ വ്ളോഗാണ് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പാലക്കാടാണ് ഇത് വരുന്നത് കേട്ടോ. ഈ ഒരു ഗാർഡൻ നാഷണൽ ഗാർഡൻ എന്നാണ് പേര്. അപ്പോൾ ധാരാളം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു നല്ല നഴ്സറി കാണുമ്പോൾ നിർത്തി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മണ്ണുത്തിയിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മേടിക്കാം എന്നുള്ള ഒരു ഇതിലാണ് വന്നത് കേട്ടോ. പക്ഷേ ലേറ്റായി പോയത് കാരണവും നമ്മൾ അവിടെ എത്താൻ സമയം വൈകും എന്നുള്ളത് കൊണ്ടും നമ്മൾ അവിടെ ഇറങ്ങാതെ നേരെ വരുന്ന വഴിയിലുള്ള ഒരു ഗാർഡൻ കണ്ടപ്പോൾ ഇറങ്ങുമായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം ലാഭത്തിനാണ് എല്ലാ പ്ലാന്റ്സും ഉള്ളതെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ മാങ്ങ പിടിച്ച് നിൽക്കുന്ന പ്ലാന്റിനൊക്കെ ഏകദേശം 700 രൂപ മുതലാണ് അവിടുത്തെ റേറ്റ് കേട്ടോ. 1000-നൊക്കെ നല്ല പ്ലാന്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ മാവൊക്കെ മേടിക്കണമെന്ന് തോന്നി, കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അന്നത് എടുക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ക്രീപ്പിംഗ് ഫിഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ക്രീപ്പിംഗ് ഫിഗ് അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പകരം അഡീനിയവും അതുപോലെ തന്നെ ധാരാളം ഗാർഡൻ പ്ലാന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. യുജീനിയയുടെ തന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. യുജീനിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം അതിൻ്റെ ആ ലീഫിൻ്റെ കളറ് റെഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത്രയും നല്ലൊരു പ്ലാന്റും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ലൊരു പ്ലാന്റാണ് യുജീനിയ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ ഒത്തിരി അങ്ങ് അതിനെ കെയർ ചെയ്യുന്നും വേണ്ട, അത്രയും നല്ലൊരു പ്ലാന്റാണ്. നമ്മൾ ഭയങ്കര ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും നന്നായി വളർന്നോളും. അതുപോലെ തന്നെ അടീനിയം ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിലയിലും എനിക്ക് വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. 700 രൂപയ്ക്കൊക്കെ നല്ല പ്ലാന്റുകളായിരുന്നു. ഞാൻ മേടിച്ചത് ഒരു 250 രൂപയും 400 വരുന്ന റേറ്റിലുള്ള പ്ലാന്റുകളാണ്. അതിൽ തന്നെ സീഡ് ഉണ്ടായിരുന്നു. ഈ സീഡുകൾ നമുക്ക് പാകമായി വരുമ്പോൾ അത് പാകിക്കഴിഞ്ഞാൽ പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ 2-3 അടീനിയും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നല്ല സ്മെല്ലാണ് അതിന്, നല്ല മണം ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്ലവറുകൾക്ക്. അപ്പോൾ അത് ഞാൻ 2-3 എടുത്തു. അതുപോലെ നല്ല തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. തെങ്ങിൻ്റെ തന്നെ തൈയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ 3 പ്ലാന്റുകളാണ് എടുത്തത് കേട്ടോ. അതിൽ 2 സീഡ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു റെഡ് കളർ ഫ്ലവർ എനിക്ക് ഉള്ളത് വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു സീഡ് ഇല്ലാത്തത് ഒരു പ്ലാന്റും കൂടി എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും ഞാൻ അത്രയും അധികം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അത്രയധികം ഒന്നല്ല, ഞാൻ ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ പേൾ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പേൾ ഗ്രാസും അതുപോലെ കുറച്ച് സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വുഡിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലേയിലും സെറാമിക് പോട്ടുകളും ഒക്കെ ആയിട്ട് ധാരാളം പോട്ട്സ് ഉണ്ടായിരുന്നു. പോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവിലും അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്നതും നല്ല 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 പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളത്. അതുപോലെ ഫേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 1500 രൂപ റേറ്റാണ് അവർ പറഞ്ഞത് കേട്ടോ. നല്ലൊരു പ്ലാന്റായിട്ട്, നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് തോന്നി. ഞാൻ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ബൗളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബൗൾ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല, അടുത്തൊരു ഷോർട്സ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് സെറ്റ് ചെയ്യുന്നതൊക്കെ അത് ഒരു 300 രൂപ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നല്ല സാധനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.